ഈ വീഡിയോ കാണാനായിട്ടൊരു 7 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ അടുത്ത 20 വർഷത്തേക്ക് നിങ്ങളെ ദരിദ്രനാക്കാൻ സാധ്യതയുള്ള 5 ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, പേയിങ് യുവർ സെൽഫ് ലാസ്റ്റ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിൽ റോബർട്ട് കെയ്ൻഡോസ്കി ഡെപ്സിനെ കുറിച്ചുള്ള കടങ്ങൾ എങ്ങനെയാണ് വീട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് 2 മൈൻഡ് സെറ്റുകൾ മെയിൻലി പറയുന്നുണ്ട്. വൺ ഈസ് റിച്ച് മൈൻഡ് സെറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പുവർ മൈൻഡ് സെറ്റ്. അപ്പോൾ പുവർ മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ സാലറി എൻഡ് ഓഫ് ദി മന്ത് കിട്ടുമ്പോൾ നമുക്കുള്ള പേ ചെക്കുകൾ, നമ്മുടെ ലോണുകളാകട്ടെ, മറ്റ് ഡെപ്സുകളാകട്ടെ, നമ്മുടെ വാണ്ട്സുകളാകട്ടെ, ഇതിനൊക്കെ ആദ്യമേ പൈസ സ്പെൻഡ് ചെയ്യും. ഇതെല്ലാം സ്പെൻഡ് ചെയ്തതിനു ശേഷം ബാക്കി ഉണ്ടെങ്കിൽ സേവിങ്സിനായിട്ട് അല്ലെങ്കിൽ നമുക്കായിട്ട് തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കാൻ ശ്രമിക്കും. ബട്ടൊരു റിച്ച് മൈൻഡ് സെറ്റുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ എൻഡ് ഓഫ് ദി മന്ത് സാലറി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻകം കിട്ടുമ്പോൾ കിട്ടുന്ന ഇൻകത്തിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 10%, മിനിമം ഒരു 10% മാറ്റി വെക്കണം. അത് ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്കാകാം. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കുന്നൊരു റിവാർഡായിട്ടോ അല്ലെ നിങ്ങൾക്കായിട്ട് മാറ്റി കുറച്ച് സ്പെൻഡ്ഫുൾ എമൗണ്ട് ആയിട്ട് വെക്കുക. ഇതൊരു ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യാനായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഇതൊരു സ്കില്ല് പഠിക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കും. അപ്പോൾ കൂടുതൽ സ്കില്ലുകൾ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെയോ കൂടുതൽ സ്കില്ലുകൾ പഠിക്കുകയാണ് നിങ്ങൾക്കത് മോണിറ്റൈസ് ചെയ്യാൻ നിങ്ങൾക്കതൊരു ഇൻകം ആക്കി തന്നെ വേണം, ഒരു പാസീവ് ഇൻകം ആയിട്ട് തന്നെ ഗ്രോ അപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഫസ്റ്റ് യു ഹാവ് ടു പേ യുവർ സെൽഫ് ഫസ്റ്റ്, നോട്ട് ലാസ്റ്റ്. പൈസ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ഹാബിറ്റ് അല്ലെ നിങ്ങൾക്കൊരു ബെസ്റ്റ് റിച്ച് മൈൻഡ് സെറ്റിലോട്ട് മാറുക ഇല്ല. കാരണം നമ്മൾ രണ്ടാമത്തെ കാര്യം കൂടെ അറിയണം, അതാണ് എക്സ്പെൻസീവ് ഹോബീസുകൾ നമ്മൾ മാറ്റി വെക്കണം. എക്സ്പെൻസീവ് ഹോബീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഒരിക്കലും നമുക്ക് പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം അല്ല. മെയിൻലി യൂട്യൂബ് ആകട്ടെ, ഫേസ്ബുക്ക് അതൊക്കെ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നവർ ഉണ്ട് സൈഡിൽ. ബട്ട് കൂടുതൽ ആൾക്കാർ അതിനകത്ത് പൈസ സ്പെൻഡ് ചെയ്യുകയാണ് കൂടുതൽ ചെയ്യുന്നത്. ഒരാൾ യൂട്യൂബ് വീഡിയോ കാണുകയാണെങ്കിൽ, ഇൻസ്റ്റാ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു നെറ്റ് റീചാർജ് ചെയ്യണം. അപ്പോൾ ഒരു എമൗണ്ട് ആയി. അപ്പോൾ നിങ്ങൾ അതിനകത്തുള്ളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കണ്ട് അല്ലെങ്കിൽ പുതിയൊരു മൊബൈൽ ഫോണിൻ്റെ റിവ്യൂ കണ്ട് നിങ്ങൾ ബൈ ചെയ്യാണ്ട് നിങ്ങൾക്കൊരു ക്രേവിങ് വരും. അല്ലെങ്കിൽ പുതിയൊരു ഫുഡിൻ്റെ റിവ്യൂ കണ്ട് നിങ്ങൾക്കത് കഴിക്കാനൊരു ക്രേവിങ്, അല്ലെങ്കിൽ പുതിയൊരു ഷർട്ടോ അല്ലെങ്കിൽ ഷൂസോ, ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ക്രേവിങ്സാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാൾ ചെയ്ത് കളയാനല്ല ഞാൻ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രേവിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോബീസ്, നിങ്ങളുടെ ഇൻകം എത്രയാണ്, നിങ്ങളുടെ സാലറി എത്രയാണ് നിങ്ങൾക്ക് അത് അനുസരിച്ചുള്ള എക്സ്പെൻസുകൾ മാത്രം നിങ്ങൾ ടേക്ക് ഓൺ ചെയ്ത് പോകാൻ ശ്രമിക്കുക. എക്സ്പെൻസീവ് ഹോബീസുകൾ ഏതൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു ഫാക്ടറാണ്. അതിനായിട്ട് നിങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്യുക. അതിനാണ് നമ്മൾ മൂന്നാമത്തെ പോയിന്റ്, നോട്ട് നോവിങ് യുവർ ഇൻകം ആൻഡ് എക്സ്പെൻസസ്. നിങ്ങളുടെ ഇൻകം എത്രയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസുകൾ എത്രയാണോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എൻഡ് ഓഫ് ദി മന്ത് അല്ല എൻഡ് ഓഫ് ദി ഇയർ കൃത്യമായിട്ട് നിങ്ങളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ മെയിനായിട്ട് ഒരു എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നീഡ്സിനും വാണ്ട്സിനായിട്ട് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് നമുക്ക് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെഗ്രിഗേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മാറ്റുക. അതിനുശേഷം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാണ്ട്സുകൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ എക്സ്പെൻസുകൾ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇൻകം ട്രാക്ക് ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന ഇൻകം ഏതൊക്കെയാണ്. ഇപ്പോൾ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം സാലറി ആണെന്ന് വിചാരിക്കുക. ആ ഇൻകം ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ 30,000 അല്ല 20,000 വിചാരിക്കുക. അതെങ്ങനെയൊക്കെയാണ് നിങ്ങളൊരു മന്തി സ്പെൻഡ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഏത് ഭാഗത്തിലാണ്, അത് നിങ്ങളുടെ നീഡ്സിലാണോ വാണ്ട്സിലാണോ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാണ്ട്സ് ആണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങൾ അതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് ഇൻകം എക്സ്പെൻസുകളെല്ലാം ട്രാക്ക് ചെയ്യാനല്ല കൃത്യമായിട്ട് മനസ്സിലാക്കാനും തുടങ്ങി. പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് വലിയ ശതമാനം ഡെപ്സിനായിട്ടല്ല കടങ്ങളായിട്ട് നിങ്ങൾക്ക് ഓരോ മാസം അടയ്ക്കാറുണ്ട്. ബട്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നില്ലെങ്കിലോ ഗെറ്റിംഗ് കംഫോർട്ടബിൾ വിത്ത് യുവർ ബാഡ് ഡെപ്സ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആദ്യം പറഞ്ഞു. ലോൺ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 100 എക്സാമ്പിളാണ്, 100 വിചാരിക്കുക. നിങ്ങൾക്കൊരു ഇയർലി ഒരു 80% അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. എൻഡ് ഓഫ് ദി മന്ത് നിങ്ങൾ അടയ്ക്കേണ്ട 118 രൂപയായിരിക്കും നിങ്ങൾ അടയ്ക്കേണ്ടത്. ബട്ട് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് നിങ്ങൾ പൈസ മാറ്റി വെച്ച് അതിനൊരു 12% റിട്ടേൺ പെർ ആനം, വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, എന്നാൽ പോലും ഒരു 12% പെർ ആനം റിട്ടേൺസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 100 നിങ്ങൾ അതിനായിട്ട് മാറ്റി വെച്ച് എൻഡ് ഓഫ് ദി ഇയർ നിങ്ങൾക്ക് 112 രൂപ കിട്ടുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് നിങ്ങൾ പൈസ മാറ്റി വെക്കുന്നു. ബട്ട് നിങ്ങൾ നിങ്ങളുടെ ബാക്ക് ഡെപ്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ ബോദർ ചെയ്യാതിരിക്കുകയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വെറും വേസ്റ്റായി പോകുന്നത് ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ നിങ്ങളുടെ ഡെപ്സുകൾ അല്ലെങ്കിൽ കടങ്ങൾ അടച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 80% അല്ലെങ്കിൽ 50%, 12% മുകളിലേക്കുള്ള മിക്ക കടങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ അടച്ചു തീർക്കാൻ ശ്രമിക്കുക. അടച്ച് പെട്ടെന്ന് തന്നെ തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഒരു 100 രൂപ ഒരു മാസം അടയ്ക്കണമെങ്കിൽ നിങ്ങളൊരു എത്ര രൂപ നിങ്ങൾക്ക് എത്ര രൂപയാണ് അടയ്ക്കാൻ പറ്റുക, കൂട്ടി എത്ര രൂപ അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ 500 അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ 300 അടയ്ക്കാൻ
പറ്റുകയാണെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് കൂട്ടിയടയ്ക്കാൻ പറ്റും അത്രമാത്രം നിങ്ങൾ കൂട്ടിയടയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിൻ്റെ വലിയൊരു കുറവ് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ വലിയ ബാഡ് ഡെപ്സുകളെല്ലാം ഫസ്റ്റ് തന്നെ പേ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉള്ള പോർട്ട്ഫോളിയോ ആയിട്ട് ഗ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. പിന്നീട് എല്ലാവരും ചെയ്യുന്നൊരു വലിയൊരു മിസ്റ്റേക്കാണ്, അത് ഞാൻ ലാസ്റ്റത്തേക്കാണ് പറയുന്നത്, എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും ചെയ്യുന്നൊരു വലിയൊരു മിസ്റ്റേക്കാണ് വെയിറ്റിംഗ് ടു ഇൻവെസ്റ്റ് അറ്റ് ലാസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും താമസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എഫ്ഡികൾക്ക് പേ ഓഫ് ചെയ്യണം, ബട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് മെയിൻലി ഒരു വലിയ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടേം ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, എമർജൻസി ഫണ്ട് ഇതൊക്കെ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. ആദ്യ ടൈമുകളെല്ലാം ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നീട് അതിനുശേഷം നിങ്ങളൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്യണം. ഡെപ്സുകളെല്ലാം ഡെപ്റ്റുകൾ ഫുള്ളായിട്ട് കുറയ്ക്കാന്നില്ല, ബട്ട് വലിയ ഇൻട്രസ്റ്റ് റേറ്റുള്ള ഡെപ്സുകളെല്ലാം ആദ്യം തന്നെ പെട്ടെന്ന് അടച്ചു തീർക്കാൻ സാധിക്കും. അതിനുശേഷമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു കോമ്പൗണ്ടിങ് ഗ്രോത്ത് കാണണമെങ്കിൽ എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോഴാണ് കൃത്യമായി പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു കോമ്പൗണ്ടിങ് ഗ്രോത്ത് കാണാൻ സാധിക്കത്തുള്ളൂ. 2024 നിങ്ങളൊരു 1000 രൂപ മാസം മാറ്റി വെച്ച്, അതേപോലെ നിങ്ങൾ 2026 2000 രൂപ മാസം മാറ്റി വെച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു 2030 ഒരു ബെറ്റർ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നല്ലൊരു ഗ്രോത്ത്, നല്ലൊരു കോർപ്പസ് ഉള്ള പോർട്ട്ഫോളിയോ ഏതാ ഗ്രോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബിൾ 2024 തുടങ്ങിയായിരിക്കും. ലീസ്റ്റ് എമൗണ്ടിലായിരിക്കും തുടങ്ങി, ബട്ട് അവിടെ നിങ്ങൾ കൂടുതൽ ഇയേഴ്സ് അതിൽ സ്പെൻഡ് ചെയ്ത് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കേൾക്കാൻ തന്നെ സാധിക്കുന്നത് ആയിരിക്കും. ഇപ്പോൾ ചിലവരൊക്കെ കമൻറ്റ് ചെയ്ത് കാണാം, അല്ല ചിലരിപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്ന ഇൻകം തന്നെ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് തികയുന്നില്ല, എനിക്ക് എൻഡ് ഓഫ് ദി മന്ത് ഞാൻ കടം മേടിച്ചാണ് എൻ്റെ നീഡ്സും വാണ്ട്സും നോക്കുന്നത്. പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞ 5 പോയിൻറ്റ്സുകൾ ഫോളോ ചെയ്യാൻ. 5 പോയിൻറ്റ്സുകൾ എനിക്ക് എങ്ങനെ ഫോളോ ചെയ്യാൻ സാധിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് 5 പോയിൻറ്റ്സ് ഫോളോ ചെയ്യുന്നതോടൊപ്പം കൃത്യമായിട്ടൊരു അഡീഷണൽ ഇൻകം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പാസീവ് ഇൻകം അല്ലെ സൈഡ് ഹസിൽസിനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഇതാണ് വീഡിയോ, ഒന്ന് കണ്ടു നോക്കുക.